أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് ആറാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ ആയത്ത് സാധാരണ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ 5 ആയത്തുകളെ കുറിച്ച് പറഞ്ഞു, അതൊരൊറ്റ ഒരു സെന്റൻസ്. ആദ്യത്തെ 4 ആയത്തുകൾ ഗ്രാമറ്റിക്കലി ഒറ്റ ഒരു സെന്റൻസ് പോലെയാണ് വന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായിട്ടാണ് 5-ാമത്തെ ആയത്ത് വന്നത്. ഈ 6-ാമത്തെ ആയത്തിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല സാധാരണ പ്രയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയെ നമ്മൾ അറബിയിൽ പറയാ ഇൽത്തിഫാത്ത് എന്നാണ്. ഇൽത്തിഫാത്ത്. ഇംഗ്ലീഷിൽ അതിന് ട്രാൻസിഷൻ. മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ സീൻ ഇങ്ങനെ മാറുമല്ലോ, ഒരു 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 സംഗതിയിൽ നിന്ന് മറ്റൊരു സംഗതിയിലേക്കുള്ള പരിവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ഖുർആനിൽ ധാരാളം അത്തരം ഇൽത്തിഫാത്ത് ഉണ്ട്. ഇപ്പൊ ഈ ആയത്തില് ഇതുവരെ ഒരു തേർഡ് പേഴ്സണിലാണ് അള്ളാഹു കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അള്ളാഹു അവന്റെ ദാസന് മേൽ കിതാബ് ഇറക്കി. എന്തിനു വേണ്ടി? ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ, ഒരു താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വലിയ കഠിനമായ യുദ്ധം വരുന്നതിനെ കുറിച്ച്. വയുബശ്ശിറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. പിന്നെ വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യുന്നതിനൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ, അദ്ദേഹം അള്ളാഹു, അദ്ദേഹം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ സെക്കൻഡ് പേഴ്സണിലേക്ക് മാറാണ്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക. അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പോണി കുറച്ചുകൂടെ എളുപ്പം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, താങ്കൾ അതികഠിനമായ മനോവ്യതയാൽ, ദുഃഖത്താൽ, മനസ്സിന്റെ കഥനഭാരത്താൽ താങ്കളെ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കാം. അതൊരു സിമ്പിൾ മലയാളം ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. അതിന്റെ വാചകങ്ങളുടെ പൂർണ്ണമായ അർത്ഥം അത് ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ഞാനത് തുടക്കത്തിൽ അതിന്റെ ഒരു ടോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. അതികഠിനമായ മനോദുഃഖത്താൽ താങ്കളെ തന്നെ നശിപ്പിക്കുന്ന, താങ്കളെ തന്നെ വധിക്കുന്ന എന്ന് പറഞ്ഞാൽ താങ്കളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയേക്കാം. അലാ ആസാരിഹിം, അവരുടെ പിന്നാലെ നടന്നിട്ട്, അല്ലെങ്കിൽ അവർ എന്താണ് ബാക്കി വെച്ചത്, അവരുടെ അവസ്ഥ എന്താകും, അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ നിലകൊണ്ടാൽ. അത് തുടർന്ന് പറയുന്നുണ്ട്, ഇല്ലം യുഅ്മിനു, അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ബിഹാദൽ ഹദീസ്, ഈ കാര്യത്തിൽ, ഈ വർത്തമാനത്തിൽ, ഈ വേദഗ്രന്ഥത്തിൽ, ഈ വേദഗ്രന്ഥം മുന്നോട്ട് വെക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ട് താങ്കളെ തന്നെ എന്ത് ചെയ്തേക്കാം? നശിപ്പിച്ചേക്കാം. അസഫൻ, അതികഠിനമായ ദുഃഖത്താൽ. അസഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹുസ്നുണ്ട്, ഒരു ഗളബ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ദുഃഖം, ദേഷ്യം എന്ന് പറഞ്ഞാൽ മറ്റാരോടെങ്കിലും ഒക്കെ ഉള്ള ദേഷ്യമല്ല, അള്ളാന്റെ റസൂലിന് സ്വന്തത്തോട് തന്നെ, ഞാൻ എന്റെ പണി ചെയ്യാത്തത് കൊണ്ടാണോ ഈ ആളുകൾ വിശ്വസിക്കാത്തത് എന്നൊക്കെയുള്ള ഒരു ആദി നമ്മൾ വിളിക്കുമല്ലോ, മലയാളത്തിൽ പറയൂല ആദി, ഒരു വ്യഥ, അങ്ങനെയൊക്കെ. ഓക്കെ, അതാണ് അതിന്റെ ഒരു വാക്കർത്ഥം കേട്ടോ. അപ്പോ ഇവിടുത്തെ ഇൽത്തിഫാത്ത് എന്താ? ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞല്ല, പറയാം. എന്താ ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ? ട്രാൻസിഷൻ. അതായത് ഇതുവരെ തേർഡ് പേഴ്സണിലാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ സെക്കൻഡ് പേഴ്സൺ, റസൂലിന്റെ നേരെ താങ്കൾ എന്ന് വിളിച്ചിട്ട് പറയുന്നത്. ഇതുവരെ അദ്ദേഹം എന്നാണ് റെഫർ ചെയ്തിരുന്നത്, അല്ലെ? അദ്ദേഹത്തിനാണ് ഈ വേദഗ്രന്ഥം അവതരിച്ചത്, അദ്ദേഹമാണ് വാൺ ചെയ്യേണ്ടത്, താക്കീത് ചെയ്യേണ്ടത്, അദ്ദേഹമാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് ഒരു സൂചന ഒന്നും ഇല്ലാതെ ഒരു ഇൽത്തിഫാത്ത് നടത്തുന്നത്. ഖുർആനില് ധാരാളം അത്തരം സംഗതികൾ കാണുന്നത്. ഇപ്പൊ ഈ പേഴ്സൺമാർ, സംസാരിക്കുന്ന ആള്
മാറുക, അല്ലെങ്കിൽ ആരെയാണോ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് അത് മാറുക എന്നുള്ളത് ഒരു ഇൽത്തിഫാത്താണ്. ഇതുപോലെ തന്നെ മറ്റ് പല ഇൽത്തിഫാത്തും ഖുർആനിൽ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഒരു 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 സംഗതിയെ കുറിച്ച് സംസാരിച്ചു, ഒരു കാലത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ കാണാൻ ഖുർആൻ പെട്ടെന്ന് ചരിത്രത്തിലേക്ക് പോകുന്നു, പഴയ ചരിത്രത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു സൂചന ഉണ്ടാവില്ല അങ്ങോട്ടാണ് അള്ളാഹു പോകുന്നത് എന്നൊരു സൂചനയൊന്നും ഇല്ലാതെ നേരെ പ്രസന്റ് ടെൻസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്നു. ഇത് നമുക്ക് ധാരാളം കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ ഒരുപാടുണ്ട്, നമുക്ക് ഓരോന്നിന്റെ സമയത്ത് പറയാം. പിന്നെ ഒരു ഈവന്റിനെ കുറിച്ച് പറയുമ്പോൾ ആ ഈവന്റിലെ തന്നെ മറ്റൊരു സീൻ, അതിനൊരു എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ ഇപ്പം മൂസാ നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് സൂറത്തു ശുഅറയില് അള്ളാഹു പറയുന്നുണ്ട്, ആ തൂര് സീന പർവ്വതത്തിൽ വെച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, നീയും നിന്റെ സഹോദരനും കൂടി ഫിറൗന്റെ അടുത്തേക്ക് പോണം, ഫിറൗന്റെ അടുത്തേക്ക് പോണം, എന്നിട്ട് അവനോട് പറയണം എന്താണ്, ഫഖൂലാ ലഹു അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിനെ ഞങ്ങളോടൊപ്പം അയക്കണം എന്ന് പറഞ്ഞാൽ ഫിർഔനുമായിട്ട് സംവാദം നടത്താനായിട്ട് മൂസാ നബിയോട് പറഞ്ഞ ഉടനെ തൊട്ടടുത്ത ആയത്തില് 16-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞിട്ട് ഷുഅറയില് 17-ാമത്തെ ആയത്തില് സംസാരിക്കുമ്പോ അവിടെ മ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പോ ഈ 16-ാമത്തെ ആയത്തിൽ പറഞ്ഞ എന്താ, ഫഖൂല ഫിർഔന എന്താണ്, ഫഅതിയാ ഫിർഔന ഫഖൂല അർസിൽ മഅനാ ബനി ഇസ്രായേൽ, നീ ഞങ്ങളെ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളോടൊപ്പം അയക്കണം എന്ന് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കാണ്. എവിടെ വെച്ചാണ് ഇത് കൽപ്പിക്കുന്നത്? തൂർസീന പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ കൽപ്പിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത ആയത്തില് 18-ാമത്തെ ആയത്തില്, ഇപ്പൊ ഇത് നേരത്തെ പറഞ്ഞ 16-17 ആയത്തിലാണ്, പക്ഷെ 18-ാമത്തെ ആയത്തില് ഫിർഔൻ പറയുന്നതായിട്ട് അള്ളാഹു പറയുന്നത്, അലം നുറബ്ബിക ഫീന വലീദൻ വഖാല ഫിർഔനോ, അല്ലെങ്കിൽ മൂസാ നബി അവിടെ പോയിട്ട് ഇത് ഫിർഔനോട് പറഞ്ഞെന്നോ, മൂസാ നബി ഫിർഔന്റെ സദസ്സിലേക്ക് എത്തുന്നു എന്നോ ഇതൊന്നും പറയാതെ വെറും ഒരു കാല അത്രമാത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ആ കാല പറഞ്ഞിട്ട് പറയണ, അലം നുറബ്ബിക ഫീന വലീദ, നീ ഞങ്ങളുടെ ഒപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് വന്നല്ലേ, ഒരു ഉമ്മ പ്രസവിച്ച അതേ അവസ്ഥയിൽ നീ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്തല്ലേ നീ വളർന്നത്, അലം നുറബ്ബിക, ഞാൻ നിന്നെ വളർത്തിയില്ലേ, വലീദ് അല്ലെ, വലദ യലിദു, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, വലദ യലിദു എന്ന് പറഞ്ഞ പ്രസവിക്ക കുട്ടി, ഒരു ഇപ്പൊ ജനിച്ച ഒരു കുട്ടിയായിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് ഞാൻ നിന്നെ ഇത്രയൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ നീ എന്നെ വെല്ലുവിളിക്കുന്നോ? ഇങ്ങനെ പറയുമ്പോ നമുക്കത് വേഗം മനസ്സിലാവും അല്ലെ, എന്താണ് അവിടെ സംഭവിച്ചത്. മൂസാ നബീനോട് അള്ളാഹു ആ തൂര് സീന പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് പറഞ്ഞു, ഫിറൗന്റെ അടുത്ത് പോണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്ത് കാല അലം നുറബ്ബിക ഫീന വലീദൻ, നീ ഞങ്ങളുടെ ഒപ്പം ഒരു ചെറിയ കുട്ടിയായിട്ട് വന്ന് ഞാൻ നിന്നെ വളർത്തിയില്ലേ എന്ന് പറയുമ്പോൾ അത് ആരെ കുറിച്ചാണ് പറയുന്നത്, ആരാണ് പറയുന്നത്? അപ്പോ അതിനിടയിൽ ഈ 16-17 ആയത്ത് കഴിഞ്ഞിട്ട് 18-ാമത്തെ ആയത്ത് തന്നെ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് അള്ളാഹു നടത്തും. അതിനാണ് എന്ത് പറയാ, ആ ഷിഫ്റ്റിനാണ് എന്ത് പറയാ, ഇൽത്തിഫാഫ് കേട്ടാ, ഇൽത്തിഫാഫ്. ഈ യൂട്ടേൺ എടുക്കാൻ അറബി പറയും ഇൽത്തിഫാഫ് എന്ന്, യൂട്ടേൺ എടുക്കാൻ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്ക്. ഈ സിനിമ കാണുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ, സിനിമ കാണുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു സീൻ ഒരു ഒരു സീനിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം മുമ്പത്തെ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, സ്ക്രീൻ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്യും. ചിലപ്പോൾ ചില സിനിമകൾ അത് എഴുതി കാണിക്കും 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ എഴുതി കാണിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും വേണ്ട, ആളുകൾക്ക് വേഗം മനസ്സിലാവും. ഒന്ന് സ്ക്രീൻ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്ന രൂപത്തിൽ കാണിച്ചിട്ട് പെട്ടെന്ന് അടുത്ത സീൻ വരുമ്പോ മനസ്സിലാവും ഇത് അയാൾ ആലോചിക്കുകയാണ്, സംഭവം യഥാർത്ഥത്തിലുള്ള സംഭവം അല്ല, മറിച്ച് ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ നേരത്തെ നടന്ന, പ്രത്യേകിച്ച് അതിന് കുറിക്കുന്ന പലതും ആ സിനിമയിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പക്ഷെ ഇതേ സീൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഒരാളിങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടിട്ട്
അതേ സീൻ വീണ്ടും കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇയാൾ ആലോചിക്കുകയാണ്. അതിനാണ് ട്രാൻസിഷൻ എന്ന് പറയാം. ആ ട്രാൻസിഷൻ അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ഇൽത്തിഫാഫ്. ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെയധികം സ്ഥലങ്ങളിൽ ഇൽത്തിഫാഫ് ജമനി ഉണ്ട്, നേരത്തെ പറഞ്ഞ കാലം. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആദ് സമൂഹത്തിന്റെ ചരിത്രം പറയും, അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം പറയും, ഫിറഔന്റെ ചരിത്രം പറയും. അങ്ങനെയൊക്കെ ഇൽത്തിഫാഫ് ജമനി ഉണ്ട്. ഇൽത്തിഫാഫ് മക്കാനുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തൂർസിനയുടെ മുകളിൽ വെച്ചിട്ട് മൂസാ നബിനോട് സംസാരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് സീൻ മാറുന്നു. ഒന്നും അതിനിടയിൽ ഒരു കണക്ഷനും ഒരു റാബിത്ത്, ഒരു റബത്ത് ഇല്ലാതെ, ഒരു ലിങ്ക് ഇല്ലാതെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, ഇതിനെയാണ് എന്താ പറയാ, ഇൽത്തിഫാഫ് എന്ന് പറയാം. അപ്പം ഇവിടെ അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തേർഡ് പേഴ്സണിലാണ് ഇതുവരെ സംസാരിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒക്കെ അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു. അദ്ദേഹം ആ വേദഗ്രന്ഥം ഉപയോഗിച്ച് താക്കീത് ചെയ്യുന്നു. ഒരു വലിയ ദജ്ജാലിന്റെ ഒരു ഉപദ്രവത്തെ കുറിച്ച്, ആ ദജ്ജാൽ വരാനിരിക്കുന്നു, ദജ്ജാലിന്റെ സന്ദർഭത്തില് ലോകത്ത് ഒരു വലിയ കുഴപ്പം നടക്കാൻ പോകുന്നു, ഒരു ഫിത്ന, വലിയ ഫിത്ന, ബഅ്സ് നടക്കാൻ പോകുന്നു. അതിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. സത്യവിശ്വാസികൾ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വർത്തമാനം അറിയിക്കുന്നു. പിന്നെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് വീണ്ടും താക്കീത് ചെയ്യുന്നു. അങ്ങനെ ഒരു തേർഡ് പേഴ്സണിൽ സംസാരിച്ചു വന്നിട്ട് തൊട്ടുടനെ പല അല്ലക ബാഖിഉൻ നഫ്സക, താങ്കളെ തന്നെ വധിച്ചു കളയും, താങ്കളെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഒരവസ്ഥയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. അപ്പൊ ഇവിടെ ഈ ഫല അല്ലക ബാഖിഉൻ നഫ്സക, എന്നൊക്കെ നമ്മൾ സാധാരണ എന്താ അർത്ഥം പറയാ? വെറും ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ വന്നാൽ പലതരം ഉണ്ട് അല്ലെ? ഒരു പിന്നീട് താഖീബ്, ഇത് ഒന്നിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ പറയാം. പിന്നെ അത്ഫിന്റെ, അതായത് ഒരു സംഗതിയോട് ചേർത്ത് പറയാൻ വേണ്ടി പറയാം. അപ്പൊ ഇവിടെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ജവാബായിട്ടാണ്. എന്നുള്ളത് ഒരു ജവാബായിട്ടാണ്. എന്തിന്റെ? ഷർത്തുണ്ട്, ഇതിന് ശേഷം വരാൻ പോകുന്ന ഷർത്തുണ്ട്. അതായത് ഷർത്ത് ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, ഈ വർത്തമാനത്തിൽ, ഈ കാര്യത്തിൽ, ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ, ഇഫ് ദെൻ, നമ്മൾ ഇംഗ്ലീഷിൽ ഇഫ് ദേ ഡിഡ്ന്റ് ബിലീവ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ, മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ആ അപ്പോൾ ഷർത്തിന്റെ ജവാബായിട്ടുള്ള ആണ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. മറ്റൊരർത്ഥം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലഅല്ലയുടെ അർത്ഥം എന്താ? ലഅല്ല എന്ന് പറഞ്ഞാല് അതിലും പല അർത്ഥങ്ങളുണ്ട്. ആയേക്കാം, പെർഹാപ്സ്, ഒരു പിന്നെ അതർത്ഥം ലഅല്ലക്ക് ഒരു സംഗതിയുടെ നമ്മൾ ചിലപ്പം ഈ വാൺ ചെയ്യാൻ വേണ്ടി താക്കീത്, ഒരു സംഗതിയുടെ അന്തിമ പരിണാമം ഇന്നതായേക്കാം, ഇന്നത് നിനക്ക് സംഭവിക്കും എന്ന അർത്ഥത്തിലൊക്കെ ലഅല്ല ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഫലഅല്ലക, താങ്കൾ ബാഖിഉൻ നഫ്സക, താങ്കളെ തന്നെ അതിഭയങ്കരമായ, അതികഠിനമായ മനോവ്യതയാൽ താങ്കളെ തന്നെ വധിക്കുന്ന ഒരവസ്ഥ താങ്കൾ അങ്ങനത്തെ ഒരു അവസ്ഥ താങ്കൾക്ക് ഉണ്ടായേക്കാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ഇതൊരു ശരിക്കും ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തമായ ഈ ഇൽത്തിഫാഫിന്റെ ഉപയോഗം തന്നെ എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ പറയണം. അതെന്താന്ന് വെച്ചാല്, നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെയാണ് കൺസേൺസ്? പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താ? നമ്മൾ പറഞ്ഞല്ലോ, എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? 3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അല്ലെ? 3 ചോദ്യങ്ങൾ ജൂതന്മാർ പറഞ്ഞിട്ട് മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം റസൂലിന്. എന്തിനാണ് ഉത്തരം കിട്ടിയിട്ട് ഞാൻ വലിയ ആളാണ്, എനിക്ക് എല്ലാ വിവരം ഉണ്ടെന്ന് അത് അവരെ അറിയിക്കാനാണോ? അതിനാണോ റസൂൽ ആഗ്രഹിച്ചത്? അല്ല, പിന്നെന്തിനാ? അങ്ങനെയെങ്കിലും ഞാൻ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടെങ്കിലും ഇവരൊന്ന് വിശ്വസിച്ചാലോ? മനസ്സിലാവുന്നുണ്ടോ? ഇവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം ഞാനാണ് അവസാനത്തെ പ്രവാചകൻ അല്ലെ? റസൂലിന് അറിയാം ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല.
എനിക്ക് ശേഷം ആരെങ്കിലും എന്നിൽ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ അവസ്ഥ നാശമായിരിക്കും. അവര് നരകത്തിലേക്ക് ആപതിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ, ഒരു ആശങ്ക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ ആശങ്കയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് ഈ ഫാ മറ്റൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഫാ ജവാബാണെന്ന് പറഞ്ഞല്ലോ, ഷർത്തിന്റെ. ഇൻലം യുമിനു ബിഹാദൽ ഹദീസി അസഫ എന്ന, അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ താങ്കളെ തന്നെ വധിച്ചേക്കാം എന്നുള്ളത്. പക്ഷെ ഇവിടെ അള്ളാഹു പറയാണ്, താങ്കൾ ഇനി എന്തിനു അങ്ങനെ വിഷമിക്കണം? ഞാൻ താങ്കളുടെ കൺസേൺ, താങ്കൾക്കുണ്ടായ സങ്കടങ്ങള്, താങ്കൾക്കുണ്ടായ ആശങ്കകള്, താങ്കൾക്കുണ്ടായ ഉത്കണ്ഠകള്, ഇവരെക്കുറിച്ചുള്ള അതിനൊക്കെ പരിഹാരം ഞാൻ നിർദ്ദേശിച്ചല്ലോ. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ടും താങ്കൾ എന്തിന് താങ്കളെ തന്നെ വധിക്കുന്ന, താങ്കളെ തന്നെ ഇങ്ങനെ ഒരു കുഴപ്പത്തിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് താങ്കൾ എത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സൂറത്തുൽ കഹ്ഫ് പറഞ്ഞതിന്, ഈ സൂറത്തുൽ കഹ്ഫിന്റെ പ്രഥമ അഭിസംബോധിതരാരാ? സൂറത്തുൽ കഹ്ഫിന്റെ പ്രഥമ അഭിസംബോധിതര് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ് ആ വയുന്ദറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമാണ്. അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിക്കുന്ന ഒരു കഥയ്ക്കാണ് ഇതിന്റെ പേരിട്ടിരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ പേര് തന്നെ കഹ്ഫ് അല്ലെ, ഗുഹ. ഇവിടെ അള്ളാഹു ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ നിങ്ങളോട് വിശദീകരിച്ച സംഗതി എന്താ? അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു സംഗതിയെ കുറിച്ചാണ്. അള്ളാഹുവിന് ദേഷ്യം അല്ല പ്രകടിപ്പിച്ച എങ്ങനെയൊക്കെയാ? കഴിഞ്ഞ ആഴ്ചത്തെ ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. ആ ഒറ്റ വാചകത്തില് വയുന്ദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, പിന്നെ താഴത്തെന്താ? കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ. അതില് അള്ളാഹു അവന്റെ ദേഷ്യവും അവന്റെ ഒരു ഗൗരവവും ഗാംഭീര്യവും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് അതിനുള്ള പ്രയോഗിച്ചത് ഒന്ന് പറഞ്ഞേ. ആദ്യം എന്താ പറഞ്ഞ? മാലഹും ബിഹി മിൻ ഇൽമിൻ, ഇവർക്ക് ഒരു വിവരവുമില്ല, അറിവുമില്ല. വലാലി ആബാഹിം, വാപ്പമാർക്കുമില്ല, ഇവരുടെ ആൻസെസ്റ്റേഴ്സിനും ഇല്ല ഒരു വിവരം. കബുറത് കലിമതൻ, എന്തൊരു ഭയങ്കരമായ വർത്താനമാണ് അവരാ പറഞ്ഞത്. തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് അത് പുറപ്പെട്ടല്ലോ. നമ്മൾ നോക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നമ്മുടെ കാറ് പാർക്ക് ചെയ്തത് തെറ്റി, അല്ലെങ്കിൽ നമ്മള് പിന്നെ ഒരു ട്രാഫിക് നിയമം ലംഘിച്ചു എന്നൊക്കെ നമ്മൾ പേടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്തെങ്കിലും നമ്മൾ എന്തെങ്കിലും മറുത്തു പറയോ? നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ എങ്ങനെയാ നിൽക്കുക? പഞ്ചപുച്ചടക്കാൻ നിൽക്കുക അല്ല? എത്ര പൈസ ഉള്ളവനും എത്ര അധികാരമുള്ളവനും, ഓഫ് കോഴ്സ് അതിന്റെ അപ്പുറത്തും അധികാരമുള്ളവർ ചിലപ്പോൾ അവരെ ചാടിക്കും, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പോലൊക്കെ ചെയ്തേക്കാം. പക്ഷെ സാധാരണഗതിയിൽ ഒരു അതോറിറ്റിയുടെ മുമ്പില് നമ്മൾ എന്ത് ചെയ്യും? വിനയാന്യത. അതിനെക്കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം അല്ലെ? അത് ഞാൻ ഒരുപാട് വിശദീകരിച്ചു. അത്രയും അള്ളാഹുവിനെ അവർ താഴ്ത്തി സംസാരിക്കുകയാണ്. മനുഷ്യരെ പോലുള്ള വികാരങ്ങളും കാര്യങ്ങളെല്ലാം അള്ളാഹ്ക്ക് ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, മനുഷ്യരെ പോലെ വികാരമുണ്ട്, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതായത് അള്ളാഹു അവർ ചെയ്യുന്ന ഭീകര കൃത്യത്തിന്റെ വലിപ്പം നമ്മളെ മനസ്സിലാക്കി തരാണ്. എന്തിനാണത്? അവര് അങ്ങനെ ചെയ്തുകൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, നിങ്ങളൊക്കെ കൂടെ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സന്താനത്തെ സങ്കല്പിച്ചാൽ എന്റെ അധികാരത്തിൽ എന്തെങ്കിലും കുറവ് വരും എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അള്ളാഹ് പറയുന്നത്. മറിച്ച് നമ്മളോട് പറയാണ്, ഇത് കേൾക്കുന്ന, ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്ന ആളോട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോ ഇത് തുടക്കം ഇട്ടത്. അതായത് അള്ളാഹുവിന് സന്താനത്തെ സ്വീകരിച്ചത് മുഖേന അള്ളാഹ്ക്കല്ല നഷ്ടം ഉണ്ടാവുന്നത്. മറിച്ച് നോക്കൂ, ഈ ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ വ്യതിചലിച്ചു പോയപ്പോ ലോകത്തുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. ക്രിസ്ത്യാനിറ്റിയിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇൽത്തിഫാഫ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ ഫലഅല്ലക ബാഖിഉൻ നഫ്സക എന്നുള്ളത് ഒരു ഇൽത്തിഫാഫ് ആണെന്ന് പറഞ്ഞു, തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ.
ഈ മൊത്തം അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ടുള്ള ഇൽത്തിഫാഫുകൾ ഒരുപാടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, ദൈവത്തിന് പകരം ഇവര് ഈ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ സ്ഥാനത്ത്, ഈ യുക്തിവാദവും നിരീശ്വരവാദവും ഏറ്റവും അധികം പ്രചരിക്കാനുള്ള ഒരു കാരണം എന്താ? ഈ ക്രിസ്ത്യാനിസത്തിന്റെ ഈ ഈ ഈ വ്യതിചലനമാണ്. നോക്കൂ, ഈ പൗരോഹിത്യം, ക്രിസ്ത്യാനിസത്തിലെ പൗരോഹിത്യം ഇങ്ങനെ ഒരു ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കുറെ സിദ്ധാന്തങ്ങൾ കെട്ടിച്ചമച്ച് ഇങ്ങനെ കൂടിയപ്പോ കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യരും പിന്നെ കുറച്ച് ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരു ദൈവം, മക്കളുള്ള ഒരു ദൈവം, മകനും മരുമക്കളും അമ്മായിയും അമ്മായിയപ്പനും ഒക്കെ ഉള്ള ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടാവുക സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് മറ്റൊരു എല്ലാറ്റിനും ഒരു യൂണിവേഴ്സിനെ സങ്കല്പിച്ചു. ദൈവമല്ല, മറിച്ച് ഒരു യൂണിവേഴ്സാ ഉള്ളത്, ഒരു പ്രപഞ്ചം ഉള്ളത്. അതല്ല ഇപ്പൊ യുക്തിവാദികളൊക്കെ പറയുന്ന ഒരു സംഗതി, ദൈവമില്ല അപ്പൊ ദൈവത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കുള്ള ഒരു ഇൽത്തിഫാഫ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് യൂണിവേഴ്സിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഇൽത്തിഫാഫ് സംഭവിച്ചു. രണ്ടാമത്തെ ഇൽത്തിഫാഫ്, ആത്മാവിന് പകരം സ്വന്തം ബോഡി, നമ്മുടെ ബോഡി, അതാണ് പ്രധാനം. ആത്മാവ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, നമ്മൾ ഭൗതിക ശരീരം മാത്രമാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. നമുക്ക് ഒരു ആത്മാവുണ്ടെന്നോ ആ ആത്മാവിന്റെ പേരിൽ നമ്മൾ വ്യസനിക്കേണ്ടി വരുമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നം. ആത്മാവിനെ നമ്മൾ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ആത്മീയമായ ഒരു ജീവിതം നയിക്കണമെന്നോ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് തനി ഫിസിക്കലായിട്ടുള്ള ബോഡി കേന്ദ്രീകൃതമായ, നമ്മുടെ ഫിസിക് കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കാം. അതുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ ഈ ഈ അടുത്ത് സെക്സ്വൽ ഒഫൻസ് ഒക്കെ നടന്നതിന് പിടിക്കപ്പെട്ടത്, പ്രത്യേകിച്ച് പഡോഫീലിയ, ഈ ചൈൽഡ് സെക്സ് ഒക്കെ ഉണ്ടായത്, ഏറ്റവും കൂടുതൽ ഉണ്ടായത് എവിടെയാ? മഠങ്ങളിലാണ്, പ്രീസ്റ്റുകളുടെ ഇടയിലാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ട് വത്തിക്കാന് തന്നെ ഇടപെടേണ്ടി വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആത്മാവിനെ തന്നെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഇൽത്തിഫാഫ്. ഇതെല്ലാം കാരണമായത് എന്താ? ഈ സന്താനത്തെ, അള്ളാഹുവിന് സന്താനത്തെ സങ്കല്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സംഗതി, പരലോകത്തെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആഫ്റ്റർ ലൈഫിന് പകരം, പരലോകത്തിന് പകരം ഈ ലോകമാണ് പ്രധാനം. പരലോകത്തേക്ക് വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കരുതേണ്ടതില്ല. ശരിക്കും അത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി തീർത്ത ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ ഒരു അനന്തര ഫലമാണ്. അവരത് ആ അർത്ഥത്തിൽ സമ്മതിക്കില്ലെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനന്തര ഫലമായിട്ട് സംഭവിച്ചാണ് അത്. നമ്മൾ ഈ ലോകത്തെ കുറിച്ച് ചിന്തിക്കുക, പരലോകം വേണ്ട. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ ഉടമകൾ ഇന്ന് ആരാ? മഠങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ നോക്കൂ, എല്ലായിടത്തും നിങ്ങൾ എടുത്തു നോക്കൂ. ഈ ആത്മീയതയുടെ പരിത്യാഗത്തിന്റെ, സുഹൃദിന്റെ ഒക്കെ കേന്ദ്രങ്ങളാകേണ്ട പുരോഹിതന്മാരും കന്യാസ്ത്രീകളും, അല്ലെങ്കിൽ അത്തരം ഇതൊക്കെ അടങ്ങുന്ന അവര് തന്നെ ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവർക്കും, അവര് സ്വയം തന്നെ തട്ടൊക്കെ ഇടും. അവർക്ക് കന്യാമറിയത്തിന്റെ വേഷം ഇടാം. പക്ഷെ അവരുടെ സ്കൂളിലെ ഒരു കുട്ടി തലയിൽ തുണിയിട്ടാൽ ആ സ്കൂൾ ആകെ അവരുടെ മതേതരത്വത്തിന് എന്തോ വലിയ ഭീകരമായ ഇത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു. എന്തുകൊണ്ടാ? ഈ പറയുന്ന ഇൽത്തിഫാഫ് അവർക്ക് ഉണ്ടായത് കൊണ്ടാണ്. അതൊരു എക്സാമ്പിൾ മാത്രമാണ് എല്ലാം. പിന്നെ വേറെ അതിനേക്കാൾ പ്രധാനമാണ്, അവരെന്ത് ചെയ്തു? മൊത്തത്തിൽ തന്നെ അവരുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആപേക്ഷികമായിട്ട് മാറി. എനിക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യാം എന്നൊരവസ്ഥയിലേക്ക് പാശ്ചാത്യ സമൂഹം എത്തിച്ചേർന്നു. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് മൊറാലിറ്റി ഇല്ല, ഒരു ആത്യന്തികമായ ഒരു ധാർമ്മികതയില്ല. എനിക്ക് എന്ത് സന്തോഷം തരുന്നോ, വാട്ട് ഐ ഫീൽ ഗുഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൊറാലിറ്റി. എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു സംഗതി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം, അതിന് ധാർമ്മികത എന്ന് നോക്കേണ്ടതില്ല. അപ്പൊ ഇത്തരം ഒരുപാട് ട്രാൻസിഷനുകളെ, ഇൽത്തിഫാഫുകളെയാണ് ഖുർആൻ ഈ ഒരൊറ്റ പോയിന്റ് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യുന്നത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഖുർആൻ ഫോക്കസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ഈ 4 സംഗതികളുണ്ടല്ലോ, പ്രപഞ്ചത്തിന് പകരം അള്ളാഹുവാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. യൂണിവേഴ്സ് അല്ല ആത്യന്തികം, മറിച്ച് അള്ളാഹുവാണ്. ആത്മാവാണ് കേന്ദ്രം, ബോഡി അല്ല. ബോഡിക്ക് പകരം സോള്. അതുപോലെ തന്നെ ഈ ലോകത്തിന് പകരം, ദിസ് ലൈഫിന് പകരം ആഫ്റ്റർ ലൈഫിലേക്ക് വേണ്ടിയാണ്. അതാണ് ശാശ്വതം, അതാണ് എറ്റേണൽ. അതിനുവേണ്ടി പണിയെടുക്കണം.
മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി അള്ളാഹു നിശ്ചയിച്ചു തന്ന ധാർമ്മികത അതുണ്ട്. അത് പാലിക്കാൻ എല്ലാ മനുഷ്യരും ബാധ്യസ്ഥരാണ്. ഈ ഒരൊറ്റ ഈ 4 പോയിന്റുകളാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ്? അപ്പൊ ഖുർആൻ ഇപ്പൊ നേരത്തെ ചോദിച്ചല്ലോ, അള്ളാഹുവിന് അതൊരു ദേഷ്യമായിട്ട് മാറുന്നു. അള്ളാഹു സങ്കടപ്പെടുകയാണോ? എനിക്കൊരു പുത്രനെ അവര് സംഘടിപ്പിച്ചതിൽ അവർ കൽപ്പിച്ചതിൽ എനിക്ക് വല്ല വിഷമമുണ്ടെന്ന് ഞാൻ ധരിപ്പിക്കണം? ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അള്ളാഹു പറയുന്നത്, അത് പല സ്ഥലത്തായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ലോകത്തുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലൗ ആമന അഹ്ലുൽ ഖുറ, അല്ല ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾ വിശ്വസിച്ചാൽ ലഫതഹ്ന അലൈഹിം ബറകാത്തും മിനസ്, അവർക്ക് ഞാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്ക് തന്നെയാണ് നന്മ. നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും അവിശ്വസിച്ചാലും അത് അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ യാതൊരു കുറവും വരുത്തില്ല. ഈ ലോകത്തെ സകല മനുഷ്യരും വിശ്വസിച്ചാലും അത് അള്ളാഹുവിന്റെ മുൽക്കില് ഒരു അഡീഷനും വരുത്തൂല. അപ്പൊ അതൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ ഈ ഒരൊറ്റ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർ അള്ളാഹുവിന് സന്താനത്തെ കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്ര ദേഷ്യം അള്ളാഹുവിന് വരാനുള്ള കാരണം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സംഗതികളെ അതിന്റെ, അല്ലെങ്കിൽ അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇത്തരം സംഗതി, അങ്ങനെ പറയാം, ഖുർആൻ എന്നല്ല, അള്ളാഹു മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്ന അവനെ കേന്ദ്രീകൃതമായ, ആത്മാവിനെ കേന്ദ്രീകൃതമായ, നിങ്ങളുടെ പരലോക ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പകരം ഭൗതിക ജീവിതത്തിനും നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന മൊറാലിറ്റിക്കും ധാർമ്മികതയ്ക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പണിയെടുക്കല്ല വേണ്ടത്. ഈ ഒരു കൺസെപ്റ്റിനെ എതിർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അവർ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് അള്ളാഹു അതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫല അല്ലകിലേക്ക് തിരിച്ചു വരാം. ഫല അല്ലക നമ്മൾ പറഞ്ഞു ദെൻ ഓർ സോ എന്നുള്ള അർത്ഥത്തിൽ, അതായത് ഒരു ജവാബ് എന്നുള്ള അർത്ഥത്തിൽ വരാം. അതായത് താങ്കൾ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ താങ്കളെ തന്നെ വധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പിന്നെ എത്തിയേക്കാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഗതി, അതൊരു ഇസ്തിനാഫ് ആണെന്ന് പറയാറുണ്ട്. ഫ എന്നുള്ളത് എന്താണ്? ഒരു ഇസ്തിനാഫ് ആണ്. ഇസ്തിനാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ്. ഇസ്തിനാഫ് എന്ന് പറഞ്ഞാൽ പുനരാരംഭിക്കുക എന്നാണ് അറബിയിൽ അർത്ഥം. അതായത് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സെന്റൻസിനെ കട്ട് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ വേണ്ടിയിട്ട് ഫ ഉപയോഗിക്കാറുണ്ട്. അപ്പോ ആ ഫയുടെ അർത്ഥം എന്താ? നേരത്തെ പറഞ്ഞത് അവിടെ അവസാനിച്ചു, ഇതൊരു പുതിയ വിഷയമാണ്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞ ഇതുവരെ വൈന്ദറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അത് അവിടെ അവസാനിച്ചു. ആ സ്റ്റേറ്റ്മെന്റ്, ആ സംഭവം അവിടെ അവസാനിച്ചു. ഇവിടെ അള്ളാഹു വേറൊരു വിഷയം പറയാണ്. അത് പറയാൻ വേണ്ടി ഫാഇൽ ഇസ്തിനാഫ് ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും വാസ്തവത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. എന്ത്? ഫ എന്നുള്ളത് ജവാബാണ്. ഇതിന്റെ ഇല്ലം യുമിനു എന്ന ഷർത്തിയായ ജുംലയുടെ, അതായത് നിബന്ധന, കണ്ടീഷണൽ ക്ലോസ് ആണല്ലോ. അവർ ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ താങ്കളെ തന്നെ വധിക്കുന്ന ഒരവസ്ഥ. താങ്കളെ തന്നെ വധിക്കുക എന്ന് പറഞ്ഞാല് പ്രയാസപ്പെട്ടിട്ട്, മാനസികമായ പ്രയാസം ഉണ്ടായിട്ട് ദുഃഖത്താൽ താങ്കളെ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം എന്ന ആ ഒരു ജവാബും ഷർത്തും അതിന്റെ ഒരു പിന്നെ കോമ്പിനേഷനാണ് ഫ എന്ന് ധരിക്കാനാണ് നമുക്ക് ഏറ്റവും പിന്നെ അതാണ് ഏറ്റവും അനുയോജ്യമായ അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറെ കൺസേൺ ഉണ്ടായിരുന്നു. ഈ സൂറത്ത് തന്നെ 15 ദിവസം വൈകിയാണ് അവതരിച്ചത് അല്ലെ. പ്രവാചകൻ നാളെ തന്നെ മറുപടി കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ, നാളെ തന്നെ മറുപടി കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴും സംഭവിച്ചില്ല. 15 ദിവസം വെയിറ്റ് ചെയ്തു. ആ 15 ദിവസം കൊണ്ട് എന്താ സംഭവിച്ചത്? ഞാൻ അപ്പൊ പറഞ്ഞിരുന്നു ആമുഖത്തിൽ. 15 ദിവസം കൊണ്ട് എന്താ സംഭവിച്ചത്? സത്യനിഷേധികള്, മക്കയിലെ മുശ്രിക്കുകള് ഒരുപാട് പറഞ്ഞു പരത്തി അല്ലെ. എന്താ പറഞ്ഞത്? പരിഹസിക്കാൻ തുടങ്ങി. കണ്ട, അവന്റെ റബ്ബ് പിന്നെ ഒരു മറുപടിയില്ല, കൈവിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു അങ്ങനെ ഒരുപാട്, അപ്പൊ അതോടുകൂടി പ്രവാചകന്റെ വിഷമം കൂടി. എന്താ വിഷമം കൂടാൻ കാരണം? ഞാൻ ഒരു കണക്കിന് കുറച്ചൊക്കെ ഒരു ജംഗ്ഷനിൽ ഇവർ എത്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുകൂടി സംഭവിച്ചോടുകൂടി അവർ പിന്നെയും ഇതിൽ നിന്ന് അകന്നു പോയോ. അപ്പൊ പ്രവാചകന് ആദി കൂടി, വ്യത ഭയങ്കരമായിട്ട്. അപ്പൊ ഈ സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്ന് പറയുന്നത്
നമ്മൾ പറയില്ല, ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിൽ ഇങ്ങനെ അള്ളഹാനോട് ഇങ്ങനെ കരഞ്ഞ് താണപേക്ഷിക്കുന്ന, എങ്ങനെയെങ്കിലും ഒരു വഹി ഇറങ്ങണം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, അങ്ങനെ ഉത്തരം കൊടുത്തിട്ട് വേണം അവരൊന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. അതാണ് അല്ലാതെ നമ്മളെപ്പോലെ നമ്മളൊക്കെ നമുക്കെപ്പോഴും ഉറക്കം നഷ്ടപ്പെടാം, നമുക്ക് എന്തെങ്കിലും ഭൗതികമായ നഷ്ടം സംഭവിക്കുമ്പോഴാണ് അല്ലെ. പക്ഷെ അതല്ല റസൂലിന്റെ വ്യഥ. റസൂലിന്റെ വ്യഥ എന്ന് പറയുന്നത്, ഈ ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഞാനാണ് ഈ അവസാനത്തെ പ്രവാചകനാണ്, എന്റെ കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇതൊക്കെ ആലോചിച്ചിട്ടുള്ള ആ റസൂലിന്റെ കൺസേണിന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അഭിസംബോധന ചെയ്യണം. അതുകൊണ്ടാണ് ആ ഫ അങ്ങനെ പല അല്ലക്ക, താങ്കളെ തന്നെ കഷ്ടത്തിലാക്കുന്ന, വധിക്കുന്ന, നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എന്തുകൊണ്ടാണ് റസൂലിന് ഇത്ര അധികം വിഷമം? റസൂല് അദ്ദേഹത്തിന്റെ പണി ചെയ്തിട്ടില്ലേ? സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരാം, റസൂല് അപ്പൊ അള്ളാഹു എന്തുകൊണ്ടായിരിക്കും റസൂലിനെ ഇങ്ങനെ പറയുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് വരാം. ഇപ്പൊ നമ്മൾ നോക്കിയ ദുനിയാവിൽ തന്നെ പല ടൈപ്പ് ആളുകളുണ്ട്. ഇപ്പൊ ഒരു ജോലി സ്ഥലം എടുത്തു നോക്കിയേ. ഒരു ജോലി സ്ഥലത്ത് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും. എന്തായിരിക്കും, അയാൾ എത്ര ഡീസന്റ് ആയിട്ട് അവരുടെ ജോലി ചെയ്താലും അവർക്ക് എന്തെങ്കിലും ഒരു തൃപ്തി വരില്ല. എത്ര ഭംഗിയായിട്ട് ചെയ്താലും അവർ പിന്നെയും ഞാൻ എന്തോ കുറവ് വരുത്തിയോ, ഞാൻ എന്തോ എൻ്റെ അടുത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചോ എന്നിങ്ങനെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. ചില കുട്ടികൾ 100% മാർക്ക് ഉണ്ടാവും, ഫുൾ A+ ഒക്കെ ഉണ്ടാവും, പക്ഷെ അപ്പോഴും അവർക്ക് വിഷമമാണ്. എന്താണ്, ആ ഉത്തരം ഞാൻ എഴുതിയത് ശരിയായോ, ഇങ്ങനെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും. അത് കുറച്ച് കൂടുതലാണ്, ഓവറാണ്, വല്ലാത്ത ഒരു അവസ്ഥയാണ് ചിലപ്പോൾ. അതും ഒരു മാനസികമായിട്ട് സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ. വേറെ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ, ചെറിയ പണി ചെയ്താലും എനിക്ക് ഇത്ര 10 മാർക്ക് കിട്ടി, 5 മാർക്ക് കിട്ടി എത്രയോ കുട്ടികൾ വേറെ ഉണ്ട്. അങ്ങനെയും അല്ലെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നല്ലൊരു ശതമാനം അങ്ങനെ ഇരിക്കും അല്ലെ. നമ്മള് എന്തു പറ്റി, പോയോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ അതായത് അതിന്റെ ഇടയ്ക്ക് ഒരു കോള് വന്നപ്പോ കോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയി. അതായത് പിന്നെ തനിക്ക് കിട്ടിയ മാർക്ക് എപ്പോഴും താൻ ചെയ്ത പണി, ഇപ്പൊ ഓഫീസിലാണെങ്കിൽ അവർക്കൊരു 10 ടാസ്ക് ഉണ്ടാവും, പക്ഷെ 2 എണ്ണം ചെയ്താൽ തന്നെ ഞാൻ എന്തോ വലിയ സംഭവം ചെയ്തതുപോലെയാണ് അവതരിപ്പിക്കുക. അപ്പോ ഇവിടെ റസൂലിന്റെ അവസ്ഥ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. റസൂലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല്, റസൂല് രാപ്പകലില്ലാതെ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടും അദ്ദേഹത്തിന് തോന്നുകയാണ്, ഇവര് വിശ്വസിക്കാത്തത് ഞാൻ പൂർണ്ണമായിട്ട് ഈ പ്രബോധന ദൗത്യം, ദഅവത്ത്, അള്ളാന്റെ മാർഗത്തിലുള്ള ഈ ദഅവത്ത് ഞാൻ പൂർണ്ണമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണോ ഇവര് വിശ്വസിക്കാത്തത്? ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എപ്പോഴും ഒരു വ്യതയായിട്ടുണ്ട്. ആ വ്യതയെ അള്ളാഹു അഡ്രസ് ചെയ്യണം. ഇവര് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഇവര് വിശ്വസിക്കാത്തതിന്റെ പേരില് താങ്കളെ തന്നെ ഇങ്ങനെ എന്തിന് വിഷമിപ്പിക്കണം? അപ്പൊ ഒരു സമാധാനത്തിന്റെ വർത്തമാനം അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കണം, ഒരു ആശ്വാസത്തിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ, താങ്കൾ എത്രയൊക്കെ തന്നെ ശ്രദ്ധിച്ചാലും, എത്രയൊക്കെ തന്നെ ചിലപ്പോൾ പരിശ്രമിച്ചാലും ഇവർ എന്ത് ചെയ്തോളണമെന്നില്ല, ഒരു പക്ഷേ വിശ്വസിച്ചോളണമെന്നില്ല. അതുകൊണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ താങ്കൾ വല്ലാതെ വിഷമിക്കേണ്ട അവസ്ഥയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. ഇനി ഇവിടെ ലഅല്ലക എന്നുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ 3 മീനിങ് ഉള്ളത്. ഒന്നുകിൽ ഒരു പ്രതീക്ഷയുടെ, ഹോപ്പ്ഫുള്ളി അങ്ങനെ ആയേക്കാം. രണ്ടാമത്തത് ഒരു പക്ഷെ ഒരു സാധ്യതയുടെ വർത്താനമാണ്. മൂന്നാമത്തത് അതിന്റെ അർത്ഥം സോ ദാറ്റ്, ഇങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ വരും എന്നുള്ള അർത്ഥങ്ങളാണ്. ഇതില് ഇമാം ഷൻഖീതി ഇതിനെക്കുറിച്ച് പറയുന്നത്, താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഇവരെ കുറിച്ചിട്ടുള്ള ഇവർ വിശ്വസിക്കാത്തതിൽ താങ്കൾ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണെങ്കിൽ, പെർഹാപ്സ് ദിസ് വിൽ ഹാപ്പൻ, ഇത് ഒരു പക്ഷേ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്.
അതായത് അല്ലയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. നമ്മൾ നേരത്തെ അർത്ഥം ചോദിച്ചപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞല്ലോ അല്ലക്ക, അങ്ങനെ ആയേക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഒരു കൺസേൺ പറയാണ്. അതിപ്പോ ഏതുപോലെ വെച്ചാൽ നമ്മൾ കുട്ടികളോട് പറയില്ലേ, മോനെ നീ വല്ലാതെ അതുമ്മ കയറല്ലേ, വീണേക്കാം, നീ വീഴും എന്ന് പറയുമ്പോ വീഴാനുള്ള നമ്മുടെ ആഗ്രഹമല്ലല്ലോ, മറിച്ച് നമ്മൾ താക്കീത് ചെയ്യണം. ഒരു വാണിംഗ് ആണത്. ഒരു എന്താ പറയാ, ഒരു പോസിബിലിറ്റി നമ്മൾ പറയണം. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികൾ ഒരു ഒരു കത്തി വെച്ച് കുട്ടികൾ കളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അല്ലെ, കത്തി വെച്ച് കളിക്കല്ലേ, ചിലപ്പോൾ നിന്റെ കൈ മുറിഞ്ഞേക്കാം. അതിന് അല്ല ഉപയോഗിക്കും. അപ്പോ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇവര് വിശ്വസിക്കാത്തതിൽ വറി ചെയ്താൽ, വല്ലാതെ വിഷമിച്ചാൽ താങ്കൾക്ക് തന്നെ നാശം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. മറ്റൊരർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഫോർബിഡ് ചെയ്യണ്, നഹി നടത്തണം. അതായത് അങ്ങനെ ചെയ്യരുത്. ലഅല്ല എന്ന് ഉപയോഗിക്കുമ്പോൾ താങ്കൾ നാശത്തിന്റെ ഒരു വഴിയിലേക്കാണ് പോകുന്നത്. സോ ഡോണ്ട് ഡു ഇറ്റ്. അപ്പൊ ലഅല്ലക ബാഖിഉൻ നഫ്സക എന്ന് പറഞ്ഞാൽ താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം എന്നല്ല, താങ്കളെ തന്നെ നശിപ്പിക്കരുത് എന്നാണ് അർത്ഥം എന്നാണ് മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ലഅല്ല ഉപയോഗിച്ചതിലൂടെ അള്ളാഹു ചെയ്യുന്നത് പ്രവാചകനെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന്, ഒരുപാട് വിഷമിക്കുന്നതിൽ നിന്ന്, മാനസികമായി വല്ലാതെ വിഷമം അനുഭവിക്കുന്നതിൽ നിന്ന് പ്രവാചകനെ തടയാണ്. അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന ഒരു സംഗതി പാസ് ചെയ്യാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോ അതാണ് അതിന്. ഇനി ബാഹ്യ എന്നുള്ളതിന് ആ പദത്തിന്റെ അർത്ഥം. ബാഹ്യ എന്ന് പറഞ്ഞാല് ഒരാള് ഇമോഷണലി, അയാളുടെ മുഴുവൻ വൈകാരികമായി തളർന്ന ഒരവസ്ഥയ്ക്കാണ് സാധാരണ ഇതിൽ എന്ത് പറയാ, ബാഹ്യ എന്ന് പറയാം. എത്രത്തോളം വെച്ചാൽ വൈകാരികമായി തളർന്നിട്ട് മരണത്തിന്റെ വക്കിലെത്തുക, അങ്ങനെ സംഭവിക്കാലോ അല്ലെ. അവര് പിന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ല ബന്ധത്തിലുള്ള ഒരാള് ആ ബന്ധം മോശമാകുമ്പോ ആ ബന്ധം മെൻഡ് ചെയ്യാൻ വേണ്ടി, ആ ബന്ധത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കും. പക്ഷെ എത്ര പരിശ്രമിച്ചിട്ടും ആ ബന്ധം നന്നാവുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില് ആ പരിശ്രമിക്കുന്ന ആൾക്ക് എന്ത് തോന്നും? ഞാൻ നശിക്കുകയാണ് എന്ന് തോന്നും. അങ്ങനത്തെ ഇഷ്ടംപോലെ അവസ്ഥകളുണ്ട് അല്ലെ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അത്തരം പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ അത് ധാരാളം സംഭവിക്കാറുണ്ട്. അപ്പോ അത് ഒരു പ്രധാനപ്പെട്ട. അപ്പൊ ബാഹ്യ എന്ന് പറഞ്ഞ ഒരർത്ഥം അതാണ്. എന്ത്, നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും, നമ്മൾ എത്ര കാര്യമായി പരിശ്രമിച്ചിട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ പരിശ്രമത്തിൽ വിജയിക്കുന്നില്ല. അങ്ങനെ വിജയിക്കാതെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മെന്റലി ഡ്രെയിൻ ആയിട്ടുള്ള ഒരു അവസ്ഥ. നമ്മളെ തന്നെ ഇപ്പൊ ഇത് സംഭവിക്കാമല്ലോ. ഇതിപ്പോ ആധുനിക മനഃശാസ്ത്രം വരെ അംഗീകരിക്കുന്ന സംഗതിയാണ്. ഇപ്പോ നമ്മൾ സൂറത്ത് യൂസുഫ് പഠിച്ചപ്പോ പറഞ്ഞു, ഫബിയല്ലത്ത് ഐനാഹു അല്ലെ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ കണ്ണിന്റെ കാഴ്ച പോയി അല്ലെ. മിനൽ ഹുസ്നി ഫഹുവ കലീം അല്ലെ, ദുഃഖത്താൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ കണ്ണിന്റെ കാഴ്ച പോയി. അത് സംഭവിക്കാമെന്ന് ഇന്നത്തെ ആധുനിക മെഡിസിൻ തന്നെ പറയുന്നു. ഒരാൾക്ക് ഭയങ്കരമായിട്ട് വിഷമം സംഭവിച്ചാല്, മാനസികമായ വിഷമം സംഭവിച്ചാൽ ശാരീരികമായിട്ട് അത് പ്രകടമാകും. അതുകൊണ്ടാണ് യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയത്. എപ്പോ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ കമീസ്, ഷർട്ട് കൊണ്ടുവന്ന് മുഖത്തിട്ടപ്പോ കാഴ്ച തിരിച്ചു കിട്ടി. കാരണം എന്താ? അദ്ദേഹത്തെ അലട്ടിയിരുന്ന പ്രശ്നത്തിന്റെ പരിഹാരമായി. അപ്പം നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്നാണ് അള്ളാഹു ആ പദം പ്രയോഗിച്ചത് കൂടെ ഇവിടെ പറയുന്ന സംഗതി അതാണ്. അല്ലാതെ ഒരു ആത്മഹത്യയെ കുറിച്ചോ താങ്കളെ തന്നെ വധിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ച് അല്ല പറയുന്നത്. അതല്ല, അങ്ങനെ ഒരിക്കലും റസൂലിനെ കുറിച്ച് അള്ളാഹു പറയൂലല്ലോ. മറിച്ച് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചാൽ എന്ത് സംഭവിക്കും? അത് നല്ല കാര്യത്തിന് വിഷമിച്ചാലോ? അതെ, അങ്ങനെ ഉണ്ടല്ലോ. ചിലർ വിചാരിക്കും നല്ല കാര്യത്തിന് വേണ്ടി വിഷമിക്കും. ഇപ്പൊ മക്കള് നന്നാവണം. ചിലപ്പോൾ മക്കൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവര് അവരുടേതായ പ്രായത്തിന്റെ ഒരു പ്രശ്നത്തിൽ അവരിങ്ങനെ അങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ചില ഉമ്മമാർക്ക്, ചില വാപ്പമാർക്ക് അതൊരു വലിയ പ്രശ്നമാണ്. അതിനുവേണ്ടി പിന്നാലെ നടക്കും, അതിനുവേണ്ടി കഷ്ടപ്പെടും, അതിനുവേണ്ടി അവസാനം അവരെന്താണോ ഭയക്കുന്നത് അതിന് അവര് തന്നെ കാരണക്കാരായി തീരും. കാരണം കുട്ടികളുടെ പിന്നാലെ അങ്ങനെ കൂടുമ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും എന്ത്? വെറുപ്പ് തോന്നും. സംഭവിക്കാറില്ല? അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ സംഭവിക്കാറുണ്ടോ?
അതെ. എക്സാമ്പിൾ ഉണ്ട്. അങ്ങനത്തെ എക്സാമ്പിൾ ഉണ്ടാവും. അതായത് ഒരു പക്ഷെ കുട്ടികൾ അങ്ങനെ വല്ലാതെ ഒരു വലിയ അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ടെൻഷനാണ്. അങ്ങനെ ആവോ, അവന്റെ കൂട്ടുകെട്ട് ശരിയാണോ, അവൻ എങ്ങോട്ടാ പോണത്, ഈ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പൊ ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് ബാഹ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ആ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർ കില്ലിങ് ഒരു സംഗതിയെ കുറിച്ച് അത് തന്നെ നമ്മുടെ ആ വിഷമം തന്നെ എന്താവും, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നതിന്റെ വിപരീതമായിട്ടുള്ള പറയുന്നത്. ഇപ്പൊ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അദ്ദേഹത്തെ താക്കീത് ചെയ്യാണ്, ഇങ്ങനെ ഇവരെ കുറിച്ച് വല്ലാതെ വിഷമിച്ചിട്ട് താങ്കളെ തന്നെ വധിച്ച് കളയുന്ന ഒരവസ്ഥ, താങ്കളെ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. പിന്നെ ഈ ബാഹ്യന്റെ മറ്റൊരർത്ഥം, ഒരാൾ സ്വയം തന്നെ ധാരാളമായിട്ട് പ്രഷർ, സ്വന്തത്തിൽ തന്നെ പ്രഷർ ചെലുത്തുക. അതായത് ഞാൻ ചെയ്ത് ശരിയായിട്ടുണ്ടാന്ന് തോന്നിയിട്ട്, നേരത്തെ ഞാൻ ഡീസന്റ് ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഓഫീസിലൊക്കെ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളെ കുറിച്ച്. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ഒരുപാട് പ്രഷർ സ്വയം തന്നെ എടുത്തിട്ട് തന്നെ പ്രയാസത്തിൽ അകപ്പെടുന്ന ഒരു അവസ്ഥയിൽ, അങ്ങനത്തെ ഒരു അവസാനം ഒരു പോയിന്റിൽ അവർക്ക് തന്നെ എത്തും, അവര് മരിച്ചു പോകോ എന്ന് അവർക്ക് തന്നെ തോന്നുന്ന ഒരവസ്ഥ, അതിനൊക്കെ പ്രയോഗിക്കുന്ന പദമാണ് ബാഹ്യം കേട്ടോ. പിന്നെ ഫ്രസ്ട്രേഷൻ ആൻഡ് സാഡ്നെസ്, ഇത് രണ്ടും അല്ലെ, ഒരു നിരാശയും അതുപോലെ തന്നെ ദുഃഖം, ആങ്കർ, ദേഷ്യം, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ, അതുപോലെ ദുഃഖത്തിന്റെ അവസ്ഥ, ഇതെല്ലാം കൂടി ചേരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സ്വയം തന്നെ നശിക്കുന്ന ഒരു അവസ്ഥ വരും. when your feelings are killing you, stress, depression, അത് ഓക്കെ. പിന്നെ ബാഹ്യ അർള് എന്ന് പറയും, ബാഹ്യ അർള് അല്ലെങ്കിൽ ബാഹ അർളൻ എന്ന് പറഞ്ഞാല് ഒരു ഭൂമി, ഒരു നിലം, അതിലെ ഒരുപാട് കൾട്ടിവേഷൻ, ഒരുപാട് കൃഷി നടത്തിയിട്ട് അവസാനം കൃഷി നടത്തി പിന്നെ അതിന് ഒന്നിനും കൊള്ളാത്തൊരു ഭൂമിയായിട്ട് മാറും. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ഭൂമിയിൽ നമ്മൾ ഒരുപാട് കൃഷി നടത്തി പിന്നെ അത് അവസാനം ഒന്നിനും പറ്റാത്തൊരു ഭൂമി, അതിനെയാണ് എന്ത് പറയാ, ബാഹ അർളൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ആ പദമാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത്. അതായത് ഒരുപാട് ഇങ്ങനെ താങ്കൾ ഇങ്ങനെ വിഷമിച്ച് അവസാനം എന്താ, ഏത് ദൗത്യമാണോ താങ്കൾ നിർവഹിക്കേണ്ടത് ആ ദൗത്യത്തിന് താങ്കൾ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് താങ്കൾ എത്തും എന്നർത്ഥം. ഓക്കെ. ഇനി ഇത് പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഉപദേശം നൽകുന്നതിന്റെ ഒരു കാരണം, നമ്മൾ പറഞ്ഞല്ലോ സൂറത്തുൽ കഹ്ഫ് ദജ്ജാലിന്റെ ആ ഒരു ഫിത്നയെ കുറിച്ച് വാൺ ചെയ്യുന്ന ഒരു സംഗതിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അന്നേരം ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ പിന്നെ കറപ്ഷൻ, അഴിമതിയും ഒക്കെ അത് വ്യാപകമായ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോ അങ്ങനത്തെ ഈ കൊലപാതകത്തിന്റെയും ഇതിന്റെയൊക്കെ അവസ്ഥ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ സംഭവിക്കാം അല്ലെ. നമ്മളിപ്പോ നമുക്ക് ഗസയില് ഒരുപാട് കൊല നടക്കുന്നു, ചില ആളുകൾ അത് കേട്ടിട്ട് അങ്ങനെ സംഭവിക്കുന്നില്ല. നമുക്ക് രണ്ട് രൂപത്തിൽ സംഭവിക്കും. ഒന്നുകിൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഡീസെൻസിറ്റൈസ് ആവും, എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വികാരമില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ ചാനൽ മാറ്റി അടുത്തത് കാണും. പക്ഷെ വേറെ ചില ആളുകൾ ഇതിങ്ങനെ കണ്ട് അവർക്കൊരു ഭയങ്കരമായ ഭീതിയും, അവര് തന്നെ സ്വയം ഇനി ഒരിക്കലും ഇത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കും അല്ലെങ്കിൽ എന്ത് കേൾക്കുമ്പോഴും പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിക്കാനാണ് ഈ ബാഹ്യുൻ നഫ്സ് എന്ന് പറയാം കേട്ടോ. ഓക്കെ. പിന്നെ അറബി ഭാഷയില് ശ്വാസം മുട്ടിച്ച് കൊല്ലുക അല്ലെങ്കിൽ ദുഃഖത്താൽ മരണപ്പെടുക എന്നുള്ളതിനൊക്കെ ഈ ബാഹ്യ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി ഇവിടെ ഇബ്നു ആഷൂർ, താഹിർ ഇബ്നു ആഷൂർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ മനോഹരമായ ഒരു പിക്ചർ ഈ ബാഹ്യുൻ ലഅല്ലക ബാഹ്യുൻ നഫ്സക അലാ ആസാരിഹിം എന്ന ആയത്ത് പിന്നെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അവരുടെ ഈ ആസാർ അല്ലെ, ലഅല്ലക ബാഹ്യുൻ നഫ്സക അലാ ആസാരിഹിം എന്ന് പറഞ്ഞല്ലോ. ആ അസർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആസാർ പ്രതിഫലനങ്ങൾ, അടയാളങ്ങൾ, പ്രതിഫലനങ്ങൾ. അതായത് ഒരു കൂട്ടര് വിട്ടേച്ചു പോകുന്ന അടയാളങ്ങൾ. ഇപ്പൊ ഇവിടെ സൂറത്ത് യാസീനിൽ അത് പറഞ്ഞിട്ടില്ലേ? സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടില്ലേ? അത് എവിടെയാ? അത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും.
നഹ്നു നക്തുബു അല്ലെ ഇന്നാ നഹ്നു നുഹിൽ മൗത വ നക്തുബു മാ ഖദ്ദമു വ ആസാറഹും. അവര് പ്രവർത്തിച്ചതും ആ പ്രവർത്തിച്ചതിന്റെ അടയാളങ്ങളും. അതായത് നമ്മൾ പ്രവർത്തിച്ചത് മാത്രമല്ല ഖുർആനും പടച്ചവനും രേഖപ്പെടുത്തുക, മീൻസ് നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തുക. ഖുർആൻ അല്ല, നമ്മുടെ കിതാബിൽ പടച്ചവൻ മലക്കുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. പിന്നെന്താ, നമ്മൾ പ്രവർത്തിച്ചതിന്റെ അസറുകള്, അതിന്റെ അടയാളങ്ങൾ ബാക്കി. അപ്പൊ ഇവിടെ ശരിക്ക് ആസാർ എന്ന് പറഞ്ഞാല് ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കുന്നത് എന്താ, ഈ മനുഷ്യര് ഇവർ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോ, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോ ഇവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് റസൂലിന് ടെൻഷൻ. അതാണ് ശരിക്കും. ഇപ്പൊ ഒരു അസർ എന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്ത് കുറച്ച് ആളുകൾ താമസിച്ചു. ഇപ്പൊ നമ്മൾ ബാർബക്യൂന് പോയി, അങ്ങനെയൊക്കെ പോകാറില്ലേ നമ്മൾ? ബാർബക്യൂന് പോയിട്ട് അവിടെ കുറച്ച് ചാരവും സംഗതികളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോരൂലേ? അതാണ് ശരിക്കും ആസാർ. അപ്പൊ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറിയാവുന്നത് എന്തിനെ കുറിച്ചാ? ഈ മനുഷ്യര് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പോകുമ്പോ ഇവർക്ക് എന്താണ് ബാക്കി ഉണ്ടാവുക, ഇവരുടെ അവസ്ഥ എന്തായിരിക്കും, ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനാണ് കേട്ടാ. അപ്പൊ അതൊരു ഒരു വലിയ ഇമേജറിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുഃഖത്തെ ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമേജറിയാണ്. അതായത് ഈ മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ അവരുടെ ഷിർക്ക്, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനികളുടെ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അള്ളാഹുവിന് സന്താനത്തെ കൽപ്പിച്ചവർ ആരൊക്കെയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ജൂതന്മാരുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, അതിൽ മുശ്രിക്കുകളുണ്ട്, പെൺമക്കൾ അള്ളാഹുവിന് കൽപ്പിച്ച. അപ്പൊ ഈ ഷിർക്കിന്റെ ഒക്കെ അനന്തരഫലം, അതിന്റെ ആസാർ എന്താകും, അതിന്റെ കോൺസിക്വൻസ് എന്താകും, അത് ആലോചിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നു. ആ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഇത് ഇവിടെ മാത്രമല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, വേറെയും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലിന് ഏറ്റവും അധികം വിഷമുണ്ടായ ഒരു ഇസ്ലാം സ്വീകരിക്കാത്തതിൽ, ആരെങ്കിലും ഇസ്ലാം സ്വീകരിക്കാത്തതിൽ ഏറ്റവും അധികം റസൂലിന് വിഷമുണ്ടായ ഒരേ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആരായിരിക്കും? അബൂ താലിബ് അല്ലെ? അബൂ താലിബ് ആരാ? റസൂലിന്റെ അങ്കിൾ, പാറ്റേണൽ അങ്കിൾ ആണ്. അബ്ദുള്ള, റസൂലിന്റെ വാപ്പ അബ്ദുള്ളയുടെ പിന്നെ ജ്യേഷ്ഠ സഹോദരൻ, മൂത്താപ്പ ഇസ്ലാം സ്വീകരിക്കാത്തതിൽ അവസാന നിമിഷം വരെ, നുബൂവത്തിന്റെ 9ാമത്തെ വർഷത്തിലാണ് അബൂ താലിബ് ഇഹലോകവാസം വെടിയുന്നത്. ആ മരണക്കിടക്കയിൽ വെച്ച് വരെ റസൂല് അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അങ്ങനെ പറയാൻ വേണ്ടി അബൂ താലിബ് ഒരുങ്ങുമ്പോ മുശ്രിക്കുകൾ വന്നിട്ട് പറയും, താങ്കൾ ഇതുവരെ വിശ്വസിച്ച ബാപ്പ, നമ്മുടെ ബാപ്പ കാരണന്മാരായിട്ട് വിശ്വസിച്ചതിന് വെടിയാണോ? അങ്ങനെ അത് പറയാതെയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അതിനെക്കുറിച്ച് അള്ളാഹു സൂറ അൽ ഖസസിൽ 56ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് ഒരിക്കലും സന്മാർഗത്തിലാക്കാൻ പറ്റില്ല. അവിടെ പോലും നോക്കൂ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ആ മൻ അഹ്ബബ്ത എന്നുള്ളിടത്ത് ശരിക്കും അറബി ഭാഷയുടെ ഗ്രാമർ അനുസരിച്ച് മൻ അഹ്ബബ്തഹു എന്നാണ് വേണ്ടത്. എങ്ങനെയാ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്തഹു. ഹു എന്ന് പറയുന്ന ലമീർ എങ്ങോട്ട് മടങ്ങണം? മന്നിലേക്ക് മടങ്ങണം. താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളെ, ഏതൊരാളെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് പറ്റില്ല. അങ്ങനെയാണ് പ്രയോഗിച്ചിരുന്നെങ്കിൽ അത് അബൂ താലിബിനെ കുറിച്ച് മാത്രം ആകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അല്ല പ്രയോഗിച്ചത്. ആ ഹു അവിടെ വിട്ടുകളഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? താങ്കൾ ആരൊക്കെ ഇഷ്ടപ്പെട്ടാലും, ആരെയും, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആരുമാകട്ടെ, അവരെ ഒന്നും സന്മാർഗത്തിലാക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. പിന്നെ ആരാണ്? അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് വേണം. അതിന്റെ അർത്ഥം ഹിദായത്ത് നമുക്ക് അള്ളാഹ് വിധിച്ചത് കൊണ്ട് വരുന്നതാണ് എന്നാണോ? അള്ളാഹ് വിധിച്ചത് കൊണ്ട് മാത്രമേ നമുക്ക് ഹിദായത്ത് കിട്ടുള്ളൂ എന്നാണോ? അങ്ങനെയാണോ? നമ്മളെ വഴി സ്വീകരിച്ചാൽ അള്ളാഹു അത് എളുപ്പമാക്കി തരും. കറക്റ്റ്. നമ്മൾ സ്വീകരിക്കണം, നമ്മളാണ് സ്വീകരിക്കേണ്ടത്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ. ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള
ആണ് ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഉദ്ദേശിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഉദ്ദേശിക്കുന്നവർ സുബഹിക്ക് എന്ന് അല്ലാണോ തീരുമാനിക്കാൻ? പള്ളിയിൽ പോണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നന്മ ചെയ്യണം, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് വിചാരിക്കേണ്ടത് നമ്മളാണ്. ഉംറക്ക് പോകണം എന്ന് വിചാരിക്കേണ്ടത് നമ്മളാണ്. അപ്പോ അത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. എന്ത് നമ്മളുടെ, പക്ഷെ അതേ സന്ദർഭത്തിൽ അതിന് പടച്ചോന്റെ ഒരു തൗഫീഖ് വേണം. നമ്മൾ മറ്റുള്ളവർ വിചാരിച്ചിട്ട് കാര്യമില്ല, ഓരോരുത്തരും വിചാരിക്കണം. ആ വിചാരത്തിൽ താങ്കൾ ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും അവർ വിശ്വസിക്കുന്നില്ല. താങ്കള് വല്ലാതെ വിഷമിച്ചേണ്ടതില്ല എന്ന് റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇവിടെ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഫീൽ ചെയ്യുന്നത്, പ്രവാചകനോട് എന്താണ് ഫീൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അത് തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണിത്. മനസ്സിലാവുണ്ടോ? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് ഫീൽ ആവുന്നു, പക്ഷെ അള്ളാഹു എന്താണ് പ്രവാചകൻ ഫീൽ ആകേണ്ടതെന്ന് ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും കൂടി തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് ഇത്. അതായത് അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ഒരു സൃഷ്ടിയെയാണ്, അല്ലെ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയെയാണ് പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തത് കിതാബ. ആ പ്രവാചകന് റസൂലിനെ കുറിച്ച് പറയുന്ന വിശ്വാസികളോട് വല്ലാത്ത സ്നേഹമുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ എല്ലാവരെ കുറിച്ചും കൺസേൺഡ് ആണ്. പക്ഷെ അങ്ങനെ വല്ലാതെ കൺസേൺഡ് ആയിട്ട് താങ്കളെ തന്നെ സ്നേഹം അതിരി കവിയരുത് എന്നർത്ഥം. ഇമോഷണൽ പോലും ബ്രേക്കാണുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ഇതാണ് അള്ളാഹു ആകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ പറയുന്ന കേൾക്കണ്ട? ഓക്കെ ഓക്കെ, എങ്ങനെ പോട്ടെ എന്നാ. വല്ലാതെ ബ്രേക്ക്. ഓക്കെ, അപ്പം എന്ത് തോന്നുന്നു സ്വന്തത്തെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വന്തത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? പ്രവാചകനോട് സ്വന്തത്തെ കുറിച്ച് തനിക്ക് ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വിഷമിച്ച് സ്നേഹത്താൽ താങ്കളെ തന്നെ വധിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് രക്ഷയുടെ കാര്യത്തിലും ബാധകമാണ്. ചില ആളുകൾ പറയും ലോകം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു കുറ്റം. വീഡിയോ ഒന്ന് ഓഫാക്കി നോക്കായിരുന്നു. അല്ല, വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഡാറ്റയിലേക്ക് മാറാം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. കഴിഞ്ഞ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവൂലേ? ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ ക്ലിയർ ആവുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോ അതാണ്, അതായത് അങ്ങനെ ഒരു സംഗതിയില്ല. നമ്മുടെ സിറ്റുവേഷൻ മുഴുവൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം മാത്രമേ നമുക്ക്
നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ സന്തോഷത്തിനും കാരണമാകൂ എന്ന് വരാൻ പാടില്ല. കണ്ടീഷണൽ അതൊരു ഒരു ആ ഒരു അതായത് അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് നമ്മളുടെ സ്നേഹത്തെയും നമ്മുടെ സന്തോഷത്തെയും മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തരുത്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ പടച്ചവനിലുള്ള വിശ്വാസത്തിലും അള്ളാഹുവിന്റെ ദീനിലുള്ള നമ്മുടെ ഉറച്ചു നിൽക്കലും തന്നെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അന്തിമമായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ എവിടെ നിന്ന് ലഭിക്കേണ്ടത്? പടച്ചവന്റെ അടുത്താണ്. മനുഷ്യന്മാരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മനുഷ്യര് അവരൊക്കെ സ്വതന്ത്രരാണ്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തേക്കും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്. ഈ ഒരു പ്രധാനപ്പെട്ട പാഠം അള്ളാഹു പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കണം. താങ്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക താങ്കളെയാണ്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ താങ്കൾക്ക് പറ്റില്ല. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? താങ്കളുടെ ഡ്യൂട്ടി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന് മാത്രം ഉറപ്പാക്കിയാൽ മതി. ഈവൻ താങ്കളുടെ പിതൃവ്യനെ പോലും താങ്കൾക്ക് വിശ്വസിപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരു പിതൃവ്യനല്ല, മറ്റൊരു പിതൃവ്യനുണ്ട് അല്ലെ, അബൂലഹബ്. വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കഠിന ശത്രുവായിട്ട് താങ്കൾ ഉപദ്രവിച്ച ആളാണ്. അപ്പോ ഇതൊന്നും താങ്കൾ നിയന്ത്രിക്കുന്നില്ല. അതിന്റെയൊക്കെ താങ്കൾക്ക് എന്താണോ നിയന്ത്രിക്കാൻ പറ്റുക, താങ്കൾക്ക് എന്താണോ സ്വാധീനമുള്ളത്, അതിൽ മാത്രം താങ്കൾ ഫോക്കസ് ചെയ്യണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ആ ഒരു ഇമോഷണൽ ബാലൻസ് അത് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ നോക്ക്, പല ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാവുന്ന എന്താ? ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഡിപ്പെൻഡൻസി ഒരുപാട് ഓവർ ഡിപ്പെൻഡൻസി ആവുമ്പോൾ അയാളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഇനി മാറ്റം സംഭവിച്ചോളന്നില്ല, മാറ്റം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ മതി. തോന്നിയാൽ തന്നെ നമ്മൾ എന്താവും? ഡിപ്രസ്ഡ് ആവും. ആ ഡിപ്രഷൻ നമ്മളെ തന്നെ വധിക്കുന്നതിലേക്ക് എത്തിക്കും. അതാണ് അല്ലക്ക ബാഹ്യുൻ നഫ്സക എന്ന് പറയുന്നതിന്റെ ഒരുപാട് ടു സ്ട്രെസ്ഡ് അബൌട്ട്. അങ്ങനെ പ്രവാചകൻ ഈ ചെയ്യുന്നത് അവിശ്വാസികളെ കുറിച്ചാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മറ്റു കാര്യങ്ങളിലും അത് ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി ആസാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഇനി നമുക്ക് ഇനി ഇതിനകത്ത് ചിന്തിക്കാനുള്ളത് അസഫൻ അല്ലെ, ഇൻലം യുമിനു ബിഹാദൽ ഹദീസ് അസഫൻ. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസ് വർത്തമാനം. ഇവിടെ ഈ ഹദീസ് കൊണ്ട് റെഫർ ചെയ്യുന്നത് എന്തിനെ കുറിച്ചാ? ഖുർആനെ കുറിച്ചാണ്. ഖുർആനെ കുറിച്ച് ഹദീസ് എന്നോ? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയല്ലോ എന്നാരെങ്കിലും വിചാരിക്കണ്ടോ? ഖുർആനെ കുറിച്ച് ഹദീസ് എന്നോ? ഖുർആനെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അഫബി ഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ, അഫബി ഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ. പിന്നെ അവർ ഈ ഹദീസ് സംഭവം അതാണ് ഹദസ എന്ന വാക്കിൽ നിന്നാണ് ഹദീസ് വരുന്നത്. ഹദസ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് അഹ്ദാസ് എന്ന് പറയും സംഭവങ്ങൾക്ക്. പിന്നെ ഒരു സംഗതി മോഡേൺ ആണെന്നുള്ള അർത്ഥത്തിൽ ഹദീസ, അൽ ബിനായാത്തുൽ ഹദീസ് എന്ന് പറഞ്ഞ മോഡേൺ, അല്ലെങ്കിൽ അൽ മബാനിൽ ഹദീസ എന്ന് പറഞ്ഞ മോഡേൺ ബിൽഡിംഗ്. അപ്പൊ ഖുർആൻ എന്തുകൊണ്ട് ഹദീസ് എന്ന് പറഞ്ഞു? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താന്ന് വെച്ചാൽ ഖുർആൻ എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും മോഡേൺ ആയിട്ട് നിലകൊള്ളുന്ന ഒരു സംഗതിയാണ്. ഒരു ആയത്ത് അത് നമ്മൾ ചിലപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പൊ അവതരിച്ചതുപോലെ തോന്നും നമുക്ക്. ഒരു ആയത്തിന്റെ കഷണം, ഇതിലെ ഒരു ഭാഗവും ഏതെങ്കിലും നമുക്ക് ഒരു ആയത്തിനെ കുറിച്ച് ചില ആളുകൾ പറയും എനിക്ക് ഏറ്റവും പ്രിഫേർഡ് സൂറത്തിൻ്റെതാണ്. പ്രിഫേർഡ് സൂറത്തൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു പ്രിഫേർഡ് സൂറത്ത് ഉണ്ടാവാൻ പറ്റും? അന്തിമമായിട്ട് ചിന്തിക്കുമ്പോൾ ഖുർആൻ മുഴുവൻ പ്രിഫേർഡ് ആയിരിക്കണം. വൈ? അത് ഹദീസാണ്. അതിലെ ഓരോ വാചകങ്ങളും ഇപ്പൊ അവതരിച്ചതുപോലെ നമുക്ക് അനുഭവം. അതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൂറത്തുൽ കഹ്ഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം ഖയ്യിമൻ എന്നുള്ളതാണ്. എന്താണ്? ഈ ഖുർആൻ നമ്മളെ നേരെ നിർത്തുന്ന ഒരു സംഗതിയാണ്. എല്ലാ വിഷയത്തിലും നമ്മളെ ചൊവ്വായി നിലകൊള്ളാൻ സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇല്ലം യുമിനു ബിഹാദൽ ഖുർആൻ എന്ന് പറയാതെ ബിഹാദൽ ഹദീസ് എന്ന് പറയുമ്പോൾ പിന്നെ അഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ. പിന്നെ നിങ്ങൾ ഇതിന് ശേഷം, ഈ ഹദീസിന് ശേഷം വേറെ എന്തിനെയാണ് വിശ്വസിക്കുന്നത്? എന്താണ് ആയത്ത്? ഒരു സൂറത്തിന്റെ അവസാനം പറയുന്നുണ്ടല്ലോ, ഈ ഹദീസിന് ശേഷം നിങ്ങൾ വേറെ എന്തിനെയാണ് വിശ്വസിക്കുക? ഞാൻ ആയത്ത് മറന്നുപോയി. എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന് ശേഷം മറ്റ് എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുക? അത് ഇതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഓർക്കണമെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, അപ്പൊ നമുക്ക് അതിനകത്തേക്ക് തിരിച്ചു വരാം. അപ്പോ
ഹദസ എന്ന് പറയുന്നത് സംഭവം അതാണ് കേട്ടോ. അതേസമയം മറ്റേ ഹദീസോ സൂറത്ത് നജ്മിൽ പറയുന്നുണ്ട്. സൂറത്ത് എന്താണത്? നജ്മിൽ അഫമിൻ ഹാദൽ ഹദീസ് അഫമിൻ ഹാദൽ അഫമിൻ ഹാദൽ ഹദീസ് ഹദീസ് തഅജബൂൻ തഅജബൂൻ. മറ്റു ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ ഈ പറയുന്നത് ഈ ഹദീസിന് ഹദീസിന് ശേഷം അവിടെ നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുക? അതിനെക്കുറിച്ച് അത് ഞാൻ ഉദ്ധരിക്കാൻ കാരണം, ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. അതിന് ഞാൻ പറയാൻ കാരണം, ഈ അതിന് ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഖുർആനെ നിഷേധിക്കുന്ന, ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ആ വാചകം ഉദ്ധരിച്ചിട്ട് ചിലത് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ. ഇതിന് ശേഷം ഈ ബഅദ ഹാദൽ ഹദീസ്, ഇതിന് ശേഷം മറ്റേതൊരു ഹദീസിനെയാണ് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഓക്കെ, ഇനി ഇല്ലെങ്കിൽ ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടോളാം, ഇപ്പൊ സെർച്ച് ചെയ്യാൻ സമയമില്ല. ഓക്കെ, അപ്പോ അതാണ് ഹദസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്, സംതിങ് ന്യൂ, പ്രീവിയസ്ലി അൺഹേർഡ് സ്പീച്ച്, ഇതിനു മുമ്പ് കേൾക്കാത്ത ഒരു സ്പീച്ച്, അതിന് ഹദീസ് എന്ന് പറയും. ഇമ്പാക്ട്ഫുൾ സ്പീച്ച്, വളരെ സ്വാധീനം ചെലുത്തുന്ന, മനുഷ്യ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തുന്ന സ്പീച്ച്. പിന്നെ ഖുർആന്റെ ഒരു പേര് തന്നെ അതാണ്. അതായത് അതിന്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത രൂപത്തിൽ നിങ്ങളെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു സംഗതിയാണ്. ഇബ്നു ആഷൂർ അതിന് മനോഹരമായ ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഹദീസ് എന്നുള്ള പദം ഇവിടെ പ്രയോഗിച്ചത്, അത് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ സംഭവിച്ചതുപോലെ, ഇപ്പൊ ഇറങ്ങി വന്നതുപോലെ, ഈ ആയത്ത് ഇപ്പൊ ഇറങ്ങിയതാണ് തോന്നുന്ന രൂപത്തിൽ നമുക്ക് തോന്നുന്നു ഖുർആനിന്റെ ഓരോ ആയത്തും. എന്ന് മാത്രമല്ല, ഏത് സന്ദർഭത്തിലും ഏത് കാലഘട്ടത്തിലും നമുക്ക് ആ ഖുർആനിക ആയത്തുകളുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഹദീസ്. അതുകൊണ്ടാണ് അതിന് ഹദീസ് എന്ന് പറയാൻ കാരണം. അത് ഒരു ന്യൂസിനെ കുറിച്ച്, ന്യൂ ഇൻഫർമേഷൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, അതുകൊണ്ടാണ് ന്യൂസിന് ഹദീസ് എന്ന് പറയാൻ കാരണം. നമുക്ക് നേരത്തെ അറിയാത്തൊരു സംഗതിയാണല്ലോ ന്യൂസ് ആയിട്ട് മാറുക. ഓക്കെ, അതാണ്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ഇൻഫോം ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ ഹദീസ് എന്ന് പറയുന്നു. തൗറാത്ത്, ഇഞ്ചീല്, അതിലൊന്നും ഇല്ലാത്ത, അതിനൊന്നും അള്ളാഹു ഹദീസ് എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആനെ കുറിച്ച് ഹദീസ് എന്ന് പറഞ്ഞു. കാരണം തൗറാത്തിൽ അള്ളാഹു സംസാരിച്ചതുപോലെ അല്ല ഖുർആനിൽ അള്ളാഹു സംസാരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഈ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, അതൊക്കെ നമ്മളെടുത്ത് വായിച്ചു നോക്കൂ. അതിലെവിടെയാണ് അള്ളാഹിന്റെ ഗൈഡൻസ് നമുക്ക് കിട്ടുക? കുറെ ഇങ്ങനെ എഴുതി വെച്ച്, അതിൽ ഏതെങ്കിലും അള്ളാഹുവിന്റെ വചനങ്ങളാണ്, ഇങ്ങോട്ടാണോ, അള്ളാഹുവിന്റെ വചനങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്ന പല ഭാഗങ്ങളും നമുക്കതെന്ത് ചെയ്യില്ല, അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിലൊരു ഗൈഡൻസ്, ഒരു ഹുദ, ഒരു ഹിദായത്ത് നമുക്കതിൽ ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ആദൽ ഹദീസ് ഇല്ല യുമിനു ബിഹാദൽ ഹദീസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി കണ്ടംപററി ഫാക്ട്സ്, മോഡേൺ, ഈ ഏറ്റവും ഓരോ സമകാലികമായിട്ടുള്ള വസ്തുതകൾ, അതിന്റെ വാചകങ്ങൾ, അതിന്റെ വാചകത്തിന്റെ ഘടന, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അസഫ, അല്ലെ, അസഫൻ എന്ന് പറഞ്ഞാല്, അതും കൂടെ വായിച്ചിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അസഫൻ എന്ന് പറഞ്ഞാല് ശരിക്കും ഇവിടെ പറയേണ്ടത് എങ്ങനെയാ? ബിഹാദൽ ഹദീസി ആസിഫ എന്നാ പറയേണ്ടത്, അല്ലെ? കാരണം അത് മസ്ദർ ഹാലായിട്ടാണ് വന്നിരിക്കുന്നത്. ഹാൽ ഒരിക്കലും മസ്ദർ ആവൂല. ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇപ്പൊ ഷരിബ്തുൽ മാ ജാലിസൻ, ഷരിബ്തുൽ മാ, ഞാൻ വെള്ളം കുടിച്ചു, ജാലിസൻ, ഇരുന്നുകൊണ്ട് വെള്ളം കുടിച്ചു. ഷരിബ്തുൽ മാ ജിൽസത്തൻ എന്ന് പറയൂലല്ലോ, മസ്ദർ പറയൂല. ഇപ്പൊ അല്ലെങ്കിൽ അഹത്തുൽ ഹഖീബത്ത ഖായിമൻ, ഞാൻ ബാഗ് എടുത്തു നിന്നുകൊണ്ട്. അഹത്തുൽ ഹഖീബത്ത ഖിയാമൻ എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ മസ്ദർ ഒരിക്കലും ഹാലായിട്ട് വരൂല. മസ്ദർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ റൂട്ട്. ഇവിടെ പക്ഷേ അസഫ് എന്നുള്ളത് മസ്ദറാണ്. ആസിഫ എന്ന് പറയുന്നതിന് പകരം അസഫൻ എന്ന് പറഞ്ഞപ്പോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുഃഖം ആസിഫ് എന്ന് പറയാൻ, സോറി പറയാം, അതാണ് ഞാൻ പറയാം, അത് ഇസ്മു ഫായിലാണ്.
സോ അതായത് അസഫ എന്നതിന്റെ ഇസ്മു ഫായിലാണ് ആസിഫ് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നവൻ എന്നർത്ഥം. പക്ഷെ ഇവിടെ ആ ദുഃഖത്താൽ എന്ന് തന്നെ പറയാൻ കാരണം ആ ദുഃഖം അത്ര കഠിനമാണ് എന്ന് കുറിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആ മസ്തർ ഒരു ഹാലായിട്ട് ഇവിടെ പ്രയോഗിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഗ്രാമർ നമ്മൾ അല്ലാതെ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ ഗ്രാമർ വേണ്ട. അത് ഏതുപോലെ എനിക്കറിയാലേ, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ വരെ ഇൻഡിക്കേറ്റർ ഇടുള്ളൂ അല്ലെ? ലൈസൻസ് എടുക്കണ വരെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുള്ളൂ അല്ലെ? ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇൻഡിക്കേറ്റർ ഇടുമോ? പിന്നെ കട്ട് ചെയ്ത് പോകലല്ലേ എന്ന് പറഞ്ഞ പോലെ ഗ്രാമർ പഠിക്കണ വരെ നമ്മൾ ഗ്രാമർ നോക്കുള്ളൂ. ഗ്രാമറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗ്രാമർ വേണ്ട. ഇതാണ് അപ്പോ ആസിഫ് എന്ന് പ്രയോഗിക്കാൻ അല്ല, മീൻസ് അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം ഇതാണ്. ഗ്രാമർ വേണ്ടെന്നല്ല, അതിന്റെ ഉദ്ദേശം അപ്പോ അത് ബലാഗയാവും. ബലാഗ എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ടാണ്, എക്സ്ട്രീംലി സാഹിതീയ ഭംഗി. കവികൾക്ക് അതാണ്, കവികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലേ. കവികള് പലതും എങ്കോണിച്ചും ഒക്കെ പറയൂലേ, നമ്മൾ കവിതകളിൽ കണ്ടിട്ടില്ലേ? അതാണ് ശരിക്കുള്ള അവസ്ഥ. ഓക്കെ, അപ്പൊ ഇവിടെ അസഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതൊരു കൈൻഡ് ഓഫ് സാഡ്നെസ്. അതൊരു ചെറിയ അസഫ് എന്ന് ഇവിടെ പറയുമ്പോ ഒരു അസഫൻ എന്ന് പറയാൻ കാരണം ആ ഒന്ന് ആ ദുഃഖത്തിന്റെ കാഠിന്യത്തെ കുറിക്കാണ്. രണ്ട്, അത് ചെറുതായിട്ട് തുടങ്ങി വലുതായിട്ട് ഇങ്ങനെ ക്രമേണ ഒരു ഗ്രാജുവൽ നാച്ചുറൽ ഗ്രോത്ത്, ആ ദുഃഖത്തിന്റെ പ്രകൃതിയാലുള്ള സ്വാഭാവികമായ ഒരു വളർച്ചയെ കുറിക്കുന്ന ഒരു പദം കൂടിയാണ് അസഫൻ എന്ന് അങ്ങനെ പറയുമ്പോൾ കേട്ടാ. ആസിഫ് എന്ന് പറയാതെ അസഫൻ എന്ന് പറയുമ്പോൾ താങ്കളുടെ ആ ദുഃഖം, താങ്കളെ തന്നെ വധിക്കുന്ന ആ ദുഃഖം പതുക്കെ പതുക്കെ തുടങ്ങി താങ്കൾ ഒരു അവസാനത്തിലേക്ക്, ഒരു അവസാനം അതൊരു ഫ്രസ്ട്രേഷനും ഒരു ആങ്കറും ആയിട്ട് മാറുന്നു. ദേഷ്യവും താങ്കളുടെ ദേഷ്യം എന്തിനാ? റസൂലിന് സ്വന്തത്തോട് തന്നെയാണ് ദേഷ്യം തോന്നുന്നത്. ആ സമയത്ത് എന്താണ് ദേഷ്യം തോന്നാൻ കാരണം? ഞാൻ വേണ്ടത്ര പ്രവർത്തിച്ചോ, ഞാൻ ഭംഗിയായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഈ ഒരു ദുഃഖത്തെയാണ് അള്ളാഹു അഡ്രസ് ചെയ്യുന്നത്. അങ്ങനെ താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, താങ്കൾക്ക് സ്വന്തത്തോട് തന്നെ അങ്ങനെ ദേഷ്യം തോന്നേണ്ട അവസ്ഥയില്ല എന്ന് പറയുന്നു. ഇനി അവസാനമായിട്ട് സൂറത്തു തൗബയിലെ ഇങ്ങോട്ടാണോ? ഓക്കെ, സൂറത്തു തൗബയിലെ 128 ആയത്ത് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ എന്നുള്ളത് സൂറത്തുൽ വാഖിയയിലെ 81 ആയത്ത്. വാഖിയയിലെ അതല്ല ഞാൻ പറഞ്ഞ അപ്പൊ ബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ അതുണ്ട്. അതല്ല, അത് ഏതാണ്? ഏതാ? മുർസലാത്ത്. ഒന്ന് ഓതിയത്, ഒന്ന് ഓതിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഫബിഅയ്യി ഹദീസിൻ, അതാണ് ഫബിഅയ്യി ഹദീസിൻ ബഅദഹു. ഈ ഹദീസിന് ശേഷം നിങ്ങൾ മറ്റെന്തിനാണ് വിശ്വസിക്കുക? ആ ആയത്തിനെടുത്തിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ കഴിഞ്ഞിട്ട് വേറൊരു ഹദീസും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവര് ഹദീസിനെ നിഷേധിക്കാൻ വരെ ആ ആയത്തിനെ ഉപയോഗിക്കുന്നു. പക്ഷെ ആ പൊട്ടന്മാർക്ക് അറിയാതെ പോയത് ഇവിടെ അള്ളാഹ് ഉദ്ദേശിച്ച ഹദീസ് എന്ന് പറയുന്നത് ഖുർആൻ ഏറ്റവും മോഡേൺ ആണ്, ഏറ്റവും മനോഹരമാണ്, ഏറ്റവും സമകാലികമാണ്, എല്ലാ കാലത്തും ഏത് വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന അതിമനോഹരമായ ഒരു പ്രയോഗം അള്ളാഹു നടത്തുകയാണ് ഖുർആനെ കുറിച്ച്. അതിനെടുത്തിട്ട് വരെ ഹദീസിനെ നിഷേധിക്കാൻ ചില ആളുകൾ ഉപയോഗിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആയത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. വെരി ഗുഡ്, അസൻറ്റി. അപ്പൊ ഓക്കെ, ഇനി ഞാനിത് അവസാനിപ്പിക്കാണ്. സൂറത്ത് തൗബയിലെ 128 ആയത്ത് പറഞ്ഞത് റസൂലിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ ആയത്തിന്റെ മൊത്തം ഒരു സംഗ്രഹം അതിലുണ്ട്. ആയത്ത് ഇതാണ്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ ചെറുതായിട്ട് പോലും കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അതിരറ്റ സ്നേഹമുള്ള ആളാണ്, അതിരറ്റ താല്പര്യം, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടെയാണ് എന്റെ പോയിന്റ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റ അനുകമ്പയും ദയാവായ്പും ഉള്ളവനാണ് അദ്ദേഹം. നോക്കൂ, ആ ആയത്തില്
എല്ലാം പറഞ്ഞത് അള്ളാഹു ജാഅക്കും മിൻ അൻഫുസിക്കും അനിത്തും ഹരീസുൻ അലൈക്കും. അവസാനം പറയേണ്ടിയിരുന്നത് എന്താ? ബിക്കും റഊഫുർ റഹീം എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പറഞ്ഞത് എന്താ? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തുകൊണ്ടാണെന്നറിയോ അത്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആർക്കെങ്കിലും ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞേ. അത് അള്ളാഹു അന്നത്തെ നിലവിലുള്ള സത്യവിശ്വാസികളെ, സഹാബികളെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ തൽപരനാണ്. ബിക്കും റഊഫുർ റഹീം എന്ന് പറയുന്നതിന് പകരം അള്ളാഹ് പറഞ്ഞ എന്താ? ബിൽ മുഅ്മിനീന റഊഫ്. അത് ആരെ കുറിച്ചാണെന്നറിയോ? ബിൽ മുഅ്മിനീൻ ആരെ കുറിച്ചാ? നമ്മളെ കുറിച്ചാണ്. നമ്മളെ കുറിച്ചാണ്. അതായത് ഇനി വരാനിരിക്കുന്ന വിശ്വാസികളുടെ ഒരു സമൂഹം. എന്നെ കാണാതെ, റസൂല് പറഞ്ഞല്ലോ, എനിക്ക് അവരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അവരെ കാണാൻ എനിക്ക് കൊതിയാവുന്നു എന്ന് പറഞ്ഞില്ലേ? എനിക്ക് അവരെ കാണാൻ കൊതിയാവുന്നു, ഒരു തലമുറയെ കാണാൻ കൊതിയാവുന്നു എന്ന് റസൂൽ പറഞ്ഞില്ലേ സഹാബികളോട്? അപ്പൊ അവര് ചോദിച്ച, റസൂല് ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങളെ കണ്ടാ പോരെ? അല്ലല്ല, എന്നെ കാണാതെ, എന്റെ കാലത്ത് ജീവിക്കാതെ എന്നിൽ വിശ്വസിക്കുന്ന ഒരു തലമുറ, അവരോട് എനിക്ക്, അതാണ് അള്ളാഹുവിന്റെ പദമാണ്, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഊഫ് അല്ലെ? അബ്ദുർ റഊഫ്, റഊഫ്, റഹീം. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന പദം ഉപയോഗിച്ചിട്ട് റസൂലിനെ അള്ളാഹു വിശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. അതാരെ കുറിച്ചാ പറഞ്ഞത്? ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എനിക്ക് ശേഷം വരാനിരിക്കുന്ന, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സകല സത്യവിശ്വാസികളോടും അങ്ങേയറ്റം ദയാവായ്പും കാരുണ്യവും അനുകമ്പയുമുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ അള്ളാഹു നിയന്ത്രിക്കുകയാണ്. താങ്കൾ ഇങ്ങനെ വല്ലാതെ വിഷമിക്കണ്ട, അതൊക്കെ അതിൻ്റെതായ ഒരു രൂപത്തിൽ നടക്കും. ഒരു ബാലൻസ്, ഒരു ഇമോഷണൽ ബാലൻസ് വേണം എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഈ ആയത്ത് സൂറത്തു തൗബയിലെ ഏറ്റവും ഖുർആന്റെ തന്നെ ഏറ്റവും അവസാനത്തെ ആയത്തുകളിൽ പെട്ട ഒരായത്താണിത്. മക്ക വിജയത്തിന് ശേഷം അവതരിച്ച സൂറത്തു തൗബയിലെ ഈ അവസാനത്തെ ആയത്താണിത്. അപ്പോ അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അനുകമ്പയുള്ള സ്വഭാവത്തെ ഏറ്റവും അധികം എടുത്തു കാണിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളോട് ഇത്രയധികം കാരുണ്യമുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണോ എന്ന ഒരു സൂചന കൂടി അന്ന് നിലവിലുള്ള അവിശ്വാസികൾ, അവര് മുശ്രിക്കുകളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, ജൂതന്മാരാകട്ടെ, അവർക്ക് കൂടിയുണ്ട്. അവർക്ക് കൂടിയുള്ള ഒരു മെസ്സേജാണ്, നിങ്ങളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യമുള്ള ഒരു പ്രവാചകനെ ആണോ നിങ്ങൾ നിഷേധിക്കുന്നത്, നിങ്ങൾ അവിശ്വസിക്കുന്നത് എന്ന് അന്നത്തെ നിഷേധികളോടും ഇന്നത്തെ നിഷേധികളോടും, ഇന്ന് പ്രവാചകനെ അദ്ദേഹത്തിന്റെ നാമത്തെ മോശമാക്കുന്ന, അദ്ദേഹത്തെ കരിവാരിത്തേക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി കാർട്ടൂൺ വരക്കുന്ന, അദ്ദേഹത്തിനെതിരെ കാർട്ടൂൺ വരക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ ആളുകളോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറയണം, ഇത് മോശമാണ് നിങ്ങൾ ചെയ്യുന്നത്, ആ പ്രവാചകൻ ഇത്ര സ്നേഹമുള്ള ആളാണ് എന്ന അർത്ഥത്തിൽ. ഓക്കെ, അപ്പോ നമ്മൾ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة واجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليه. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله وبركاته. السلام ورحمة الله وبركاته.